നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. വിട്ടുമാറാത്ത ചെവിയിലെ അണുബാധയാണ് ക്രോണിക് ഓട്ടിറ്റിസ് മീഡിയ. 6 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചെവിയിലെ സുഷിരം, ചെവിയിൽ നിന്നുള്ള പഴുപ്പൊലിപ്പ്, കേൾവിക്കുറവ് എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ENT വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഷഹസീന പർവീൻ CP ആണ് നമ്മുടെ അതിഥി. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ക്രോണിക് ഓട്ടിറ്റിസ് മീഡിയ അത് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാകാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പലപ്പോഴും ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതുമാണ്. അപ്പോൾ എന്താണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ചെവിയിൽ 3 ഭാഗമാണുള്ളത്. ഒന്ന് ഔട്ടർ ഇയർ, പിന്നെ മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യ ചെവി, പിന്നെ അകത്തുള്ളത് ഇന്നർ ഇയർ. ഈ മധ്യഭാഗത്തുള്ള ചെവിയിൽ ഉണ്ടാവുന്ന ദീർഘകാലമായിട്ട് ഉണ്ടാവുന്ന ഒരു അണുബാധ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ, ഒരു വീക്കം, അതിനെയാണ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. ഇത് എത്ര തരത്തിലുണ്ടാകും ഈ രോഗം കാണപ്പെടുന്നത്? ഇത് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ മ്യൂക്കോസൽ, അത് സേഫ് ടൈപ്പ് എന്ന് അതിന് പറയും. പിന്നെ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ സ്ക്വാമോസൽ, അതിന് പറയാൻ അൺസേഫ് ടൈപ്പ് ആണ്. ഇതിൽ മ്യൂക്കോസൽ ടൈപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് സേഫ് ടൈപ്പ് എന്ന് പറയാൻ കാരണം അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് സ്ക്വാമോസൽ ടൈപ്പ് ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് കാണും. അത് മ്യൂക്കോസൽ ആകുമ്പം അതിനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. പിന്നെ ഈ മ്യൂക്കോസൽ ഡിസീസിൽ പേഷ്യൻസിന്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്ന് പറയുന്നത് കുറേ ഡിസ്ചാർജ്, പഴുപ്പ്, ചെവിയിൽ നിന്ന് പഴുപ്പ് കുറേ വരാം, പിന്നെ ചെവിയിൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം, അതൊക്കെയാണ്. എന്നാൽ സ്ക്വാമോസൽ ടൈപ്പ് അല്ലെങ്കിൽ അൺസേഫ് ടൈപ്പ് ആണെങ്കിൽ അതിൽ മെയിൻ പേഷ്യൻസിന് കംപ്ലൈന്റ് എന്ന് പറയുന്നത് കുറച്ചായിരിക്കും അവർക്ക് പഴുപ്പ് ചെവിയിൽ നിന്ന് വരുള്ളൂ, പക്ഷെ അത് ഭയങ്കര ഫൗൾ സ്മെല്ലിംഗ് ആയിരിക്കും. അപ്പൊ ആ സ്മെല്ല് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ഈ സ്ക്വാമോസൽ ഡിസീസ് അല്ലെങ്കിൽ കോളിസ്റ്റേറ്റോമ എന്ന് പറയുന്നത് ഒരു ബോൺ ഈറ്റിംഗ് ഡിസോർഡർ ആണ്. നമ്മുടെ ചെവിയിലുള്ള എല്ലുകളെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസീസാണ് സ്ക്വാമോസൽ ഡിസീസ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ബോൺ ഈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ, ബോൺ ഡിസ്ട്രോയിങ് ആയതുകൊണ്ട് തന്നെ അതിന് ഫൗൾ സ്മെല്ലിങ്ങും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടുമാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. മ്യൂക്കോസൽ ആകുമ്പോൾ കുറച്ചും കൂടി സേഫ് ടൈപ്പാണ്, കോംപ്ലിക്കേഷൻസിന്റെ ചാൻസ് കുറവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിന്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ അസുഖം സംഭവിക്കുന്നത്? അതിന്റെ ഒരു കാരണം എന്താണ്? ഇതിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ വരുന്ന അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫെക്ഷൻ, ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതായത് ചെറിയ ഒരു 2-3 ദിവസം, 3-4 ദിവസം മാത്രം നീണ്ടിരിക്കുന്ന അക്യൂട്ട് ആയിട്ടുള്ള ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ, അത് നമുക്ക് ഒരു ജലദോഷപ്പനി അല്ലെങ്കിൽ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ശേഷം പേഷ്യൻ്റ് നമ്മൾ ഈ മിഡിൽ ഇയറും നോസും തമ്മിൽ കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. അപ്പൊ യൂസ്റ്റേഷ്യൻ ട്യൂബുമായി ഇൻഫെക്ഷൻസ് ചെവിയിലേക്ക് മിഡിൽ ഇയറിലേക്ക് എത്തുകയും എന്നിട്ട് അവിടെ അത് പഴുപ്പ് ഫോം ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പഴുപ്പ് കൂടി നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴി ഈ പഴുപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻസും റെഡ്യൂസ് ആവും. പിന്നെ അത് ഈ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം അത് തന്നെ അടയുകയും ചെയ്യും. അഥവാ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുവാന്നുണ്ടെങ്കിൽ ഈ ഹോള്, ഈ സുഷിര അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇത് പേഷ്യന്റ് വലുതാനനുസരിച്ചിട്ട് ഇതിന്റെ സൈസും വലുപ്പം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതില് പിന്നെ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ജലദോഷം ഒക്കെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ചെവിയിലേക്ക് വെള്ളം കയറുകയാണെങ്കിലല്ലോ ഇത് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ക്രോണിക് ആയിട്ട് ഇൻഫെക്ഷൻസ് ചെവിയിൽ വരുന്നത് വിത്ത് ഒരു ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടത്തിൽ ഉണ്ടാകുന്ന ഒരു സുഷിരം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ മ്യൂക്കോസൽ വരാനുള്ള ഒരു റീസൺ ആയിട്ട്, മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. പിന്നെ വേറെ റീസൺസ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ, അത് ആക്റ്റീവ്ലി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നത് പാസീവായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അല്ലെങ്കിൽ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പിന്നെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളിൽ ജീവിക്കുന്ന ആൾക്കാർ, പിന്നെ നീസൽ അലർജി, ഇപ്പൊ മൂക്കിൽ എന്തെങ്കിലും അലർജിക് റൈനൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക്, പിന്നെ നമ്മൾ ജന്മന തന്നെ എന്തെങ്കിലും ക്രേനിയോഫേഷ്യൽ അബ്നോർമാലിറ്റീസ് ഉള്ള ആൾക്കാർക്കൊക്കെ
ഇത് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്ത അക്യൂട്ട് ആയിട്ടുള്ള ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഇപ്പോൾ ഡോക്ടർ ഇത് ഏതൊക്കെ വിഭാഗങ്ങളിലുള്ള ആളുകൾക്കാണ് ഇത് സാധ്യത എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രായം ഇതിൽ പറയാനുണ്ടോ? ഇത്ര പ്രായത്തിലുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും വരുന്നത് എന്ന് പറയാനുണ്ടോ? പ്രായം ആക്ച്വലി അങ്ങനെ ഇല്ല. കാരണം ഏതൊരു ഏജ് ഗ്രൂപ്പിനുമാണെങ്കിലും ഇത് സംഭവിക്കുക. ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുമാണെങ്കിലും ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ എഫക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു സെക്സ്, ഒരു മെയിൽസിൽ കൂടുതൽ അല്ലെങ്കിൽ ഫീമെയിൽസിൽ കൂടുതൽ അങ്ങനെ ഒന്നും ഇതിൽ ഇല്ല. ആർക്ക് വേണമെങ്കിലും വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ. ഇനി ഇതിന്റെ ഏത് ലക്ഷണത്തിൽ കാണിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടി വരുന്നത്? ഇതിൽ ഞാൻ പറഞ്ഞില്ല, മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് പഴുപ്പ് വരുത്താണ്. ചെവിയിൽ നിന്ന് പഴുപ്പ് ഒലിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണം. പിന്നെ അതിന്റെ കൂടെ ഇത് ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ഒരാൾക്ക് വരികയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഹിയറിംഗ് ലോസ്, ചെവിയിലെ കേൾവി കുറവും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചെവിയിൽ പെയിന് റെയർ ആണ്. ശരിക്കും ക്ലാസിക് ആയിട്ട് ഇതിന് ചെവിയിൽ പെയിന് വരാറില്ല. ഇനി അഥവാ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഡൾ ആയിട്ടുള്ള ഒരു മൈൽഡ് പെയിൻ മാത്രമേ ചെവിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ചില ആളുകൾ റെയർ ആയിട്ട് തല കറക്കം കാണപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു ENT ഡോക്ടറെ തന്നെ കാണിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു ഇതിങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളത് പറഞ്ഞു. ഈ ഇത്രയും ഒരു സീരിയസ് ആവുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഇതിന്റെ കോംപ്ലിക്കേഷൻസിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ചെവിന്റെ ബാക്കിൽ ഒരു ബോൺ ഉണ്ട്, മാസ്റ്റോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ. ഈ മാസ്റ്റോയിഡ് ബോണിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സിവിയർ ആയിട്ടുള്ള ചെവിയിൽ വേദന, പിന്നെ ഇവിടെ പുറമെ തടിപ്പ്, റെഡ്നെസ്, പിന്നെ തൊടുമ്പോൾ തന്നെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കോംപ്ലിക്കേഷൻ ആണ്. അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ENT ഡോക്ടറെ കണ്ട് അത് IV ആന്റിബയോട്ടിക്സ് വെച്ചിട്ടൊക്കെ ട്രീറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ മുഖത്തിന്റെ ഒരു ഭാഗം കോടി പോവുക, ഫേഷ്യൽ വീക്ക്നെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഫീവർ, പിന്നെ അങ്ങനെ സിവിയർ ആയിട്ടുള്ള ഫീവർ, കൺഫ്യൂഷൻ, പിന്നെ നിർത്താണ്ട് തല കറങ്ങിക്കൊണ്ടേ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പൊ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ENT ഡോക്ടറെ കാണേണ്ടതാണ് ഇങ്ങനെയുള്ള സിംറ്റംസ് വരുവാണെങ്കിൽ. ഇപ്പോൾ ഈ ലക്ഷണത്തിൽ നമ്മൾ ചെവി വേദനയുടെ കാര്യവും പറഞ്ഞല്ലോ. അപ്പോൾ ഈ വേദന വരുമ്പോൾ ഇതാണ് അസുഖമെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതെ, ഞാൻ പറഞ്ഞ ആക്ച്വലി ഈ ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയയില് പെയിന് കുറവാണ്. സേഫ് ടൈപ്പില് പെയിന് കുറവാണ്. അഥവാ പെയിന് വരുവാണെങ്കിൽ തന്നെ ഡൾ പെയിൻ ഉണ്ടാവുക. പക്ഷെ സിവിയർ ആയിട്ടുള്ള പെയിന് വരുന്നത് എന്ന് വെച്ചാൽ മാസ്റ്റോയിഡൈറ്റിസ് പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് കടക്കുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിവിയർ പെയിന് ഇങ്ങനെ ഓൾറെഡി ഒരു ഹോള് ചെവിയിലുള്ള ഒരാൾക്ക് ഇയർ ഡിസ്ചാർജ് വിത്ത് സിവിയർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊരു എമർജൻസി കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ENT ഡോക്ടറെ കണ്ട് അതിനായിട്ടുള്ള പ്രോപ്പർ IV ആന്റിബയോട്ടിക്സ് ആണെങ്കിലും അതൊക്കെ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പൊ പെയിന് നോർമലി ക്ലാസിക്കലി ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ പറയാറില്ല. ഡൾ പെയിൻ ആണ് ഉണ്ടെങ്കിൽ തന്നെ അധികം കാണാറ്. സിവിയർ പെയിൻ ആണെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോയി എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഈ ഒരു അസുഖം ഇങ്ങനെ പതുക്കെയാണോ ഇത് വരുന്നത്, അതോ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ അസുഖം കോംപ്ലിക്കേറ്റഡ് ആവാനാണോ സാധ്യതയുള്ളത്? പതുക്കെ വരാന്ന് വെച്ചാൽ നമ്മൾ 6 വീക്സിൽ കൂടുതലായിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതിനാണ് ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. 6 വീക്സ് ആയിട്ട് ഒരാൾക്ക് റിക്കറന്റ് ആയിട്ട് ചെവിയിൽ ഇൻഫെക്ഷൻസ് വരിക, ചെവി കേൾവി കുറവാവുക, അതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട്. അപ്പോൾ 6 വീക്സിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോ 6 വീക്സിൽ കൂടുതൽ ഒരാൾക്ക് ഉണ്ടാവുകയും പിന്നെ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് അതിലെ കോംപ്ലിക്കേഷൻസിലേക്ക് വരുവാണ് യൂഷ്വലി കാണപ്പെടാറ്. ഇതിന്റെ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്ന ഒരാൾക്ക് ഏത് രീതിയിലുള്ള ഒരു ചികിത്സയാണ് നൽകുന്നത്? ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇവരെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുത്താണല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. സക്ഷൻ വെച്ച് പ്രോപ്പറായിട്ട് ചെവിയിലുള്ള പഴുപ്പെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഇവർക്ക് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ്, അതായത് ഡ്രോപ്സ്, ആന്റിബയോട്ടിക്കിന്റെ ഡ്രോപ്സ് ചെവിയിൽ ഒറ്റിക്കാൻ കൊടുക്കേണ്ടതാണ്. പിന്നെ അതിന്റെ കൂടെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ
അതിന് ഓറൽ ആന്റിബയോട്ടിക്സും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പിന്നെ മൂക്കടപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആന്റി ഹിസ്റ്റമിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യണം. ഇതിലൂടെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ആവും. ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോളിൽ നിൽക്കാൻ പറ്റും. പിന്നെ അതൊരു ഡ്രൈ ഇയർ ആയോ, അതായത് പഴുപ്പൊന്നും ഇല്ലാതെ പക്ഷെങ്കിൽ ഇയർ ഡ്രം കർണപടത്തിൽ ഹോള് സുഷിരം അവിടെ തന്നെ ഉണ്ടാവും. അത് നമുക്ക് ട്രീറ്റ്മെന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് പെർസിസ്റ്റ് ചെയ്ത് ഉള്ള ഒരു ഹോള് പെർസിസ്റ്റ് ചെയ്തിട്ട് ഇയർ ഡ്രമ്മിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ സർജറി ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യേണ്ടതാണ്. അത് മെയിൻ ആയിട്ട് ഇപ്പോൾ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്ന അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ്, ഒരാളെ ഹിയറിംഗ് നല്ല ഡിഫറൻസ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സർജറി ചെയ്ത് അത് ഇയർ ഡ്രം നമ്മൾ ടിമ്പാനോപ്ലാസ്റ്റി ചെയ്യണം. ഇയർ ഡ്രം ആ ഹോള് നമ്മൾ അടച്ചു കൊടുക്കേണ്ടതാണ്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫേഷ്യ, ടെമ്പറാലിസ് ഫേഷ്യ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇയർ ഡ്രമ്മിന്റെ കർണപടവുമായിട്ട് കൂടുതൽ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫേഷ്യാണ് നമ്മൾ ഇവിടുന്ന് ആ ഫേഷ്യ എടുത്ത് അത് വെച്ച് ഈ കർണപടത്തിലുള്ള സുഷിരം നമ്മൾ അടക്കാണ് യൂഷ്വലി ചെയ്യാറ്. പിന്നെ അതാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഇതിലൂടെ നമുക്ക് ഈ പേഷ്യന്റിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുപ്പൊലിക്കുന്നതും തടയാനും പറ്റും. അതേപോലെ ഹിയറിംഗിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞതെല്ലാം ഈ കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോൾ സർജറിയുടെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത്രത്തോളം ഇൻഫെക്റ്റഡ് ആയില്ല എങ്കിൽ അതിന്റെ റിക്കവറി പീരീഡ് എത്രയാണ്? റിക്കവറി പീരീഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഇൻഫെക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ആന്റിബയോട്ടിക്സിലും ടോപ്പിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും ഓറൽ ആന്റിബയോട്ടിക്സിൽ നമുക്ക് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു 5 days തന്നെ കാര്യമായിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റാറുണ്ട്. നല്ലോണം സക്ഷൻ ക്ലിയറൻസ് ചെയ്ത് അവർക്ക് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സും ഓറൽ ആന്റിബയോട്ടിക്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 days തന്നെ നല്ല ഡിഫറൻസ് റിക്കവർ ആയിട്ട് വരാറുണ്ട്. പക്ഷെ ആ ഹോള് നമ്മൾ ഇയർ ഡ്രമ്മിലുള്ള ഹോള് അടക്കണമെങ്കിൽ അത് സർജറി തന്നെ വേണം, എന്നാലേ അത് പിന്നെ ഒരു പ്രാവശ്യമൊക്കെ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയയിലൊക്കെ ആണെങ്കിൽ അത് ഒരു 2 weeks തന്നെ അടയാറുണ്ട്. അല്ലാത്ത കേസിൽ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഹോൾ അടക്കണമെങ്കിൽ അത് സർജറി ചെയ്ത് ഫേഷ്യ എടുത്ത് നമ്മൾ ടിമ്പാനോപ്ലാസ്റ്റി ചെയ്താൽ മാത്രമേ ആ ഹോള് അടയുള്ളൂ. ഈ രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെയും വരാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ അല്ലേ? അതെങ്ങനെയാണ്? അത് നമ്മളിപ്പോൾ ഈ സൂക്ഷിക്കുന്ന അനുസരിച്ചാണോ അതിൻ്റെ ഒരു സമയം പറയുക? അത് എത്രത്തോളം സാധ്യതയുണ്ട് പിന്നെയും വരാനായിട്ട്? പിന്നെയും വരാനെന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞ ഇപ്പൊ സർജറി ഒന്നും ചെയ്യാത്ത ഒരാളാണ്, നമ്മൾ ഒബ്സർവേഷൻ മതി, സർജറി വേണ്ടാന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ എപ്പോഴൊക്കെ അവർക്ക് ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ജലദോഷം വരാണ്, അല്ലെങ്കിൽ അവര് കുളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സ്വിം ചെയ്യുമ്പോൾ ഒക്കെ ചെവിയിലേക്ക് വെള്ളം ഉള്ളിൽ കയറുകയാണെങ്കിൽ അവർക്ക് ഇത് ഇൻഫെക്ഷൻ വരും. അതിൻ്റെ കൂടെ പഴുപ്പ് വരാൻ തുടങ്ങും. അതേപോലെ ചെവി അടപ്പ് മാതിരി അതൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോ ഇത് ഹോള് നമ്മൾ സർജറി ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ലെങ്കിൽ പിന്നെ അതേപോലെ കെയർ ചെയ്യണം. അതായത് ഡ്രൈ ആയിട്ട് വെക്കണം, ഇയർ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാം. പിന്നെ എന്തെങ്കിലും ചെറിയ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. അത് നമ്മൾ വെച്ചോണ്ടിരിക്കാണ്ട് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ കെയർ ചെയ്യുകയാണെങ്കിൽ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെങ്കിൽ സർജറി ചെയ്ത ആൾക്കാരിലാണെങ്കിൽ പിന്നീട് ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഈ ചെവിയെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഈ രോഗമാണല്ലോ, നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ കൂടെ ഞാൻ ചോദിക്കുകയാണ്, ഇത് ഇൻഫെക്റ്റഡ് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആവുമ്പോൾ മറ്റേതെങ്കിലും അവയവത്തെ കൂടി ഇത് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അതിൽ മെയിൻ ആയിട്ടുള്ള അവയാണ് ബ്രെയിനിലേക്ക് ഇത് പോവാം. ബ്രെയിന് ചുറ്റുള്ള കവറിങ്സിലേക്ക് പോയി മെനിഞ്ചൈറ്റിസ്, പിന്നെ ബ്രെയിൻ ആക്സസ് പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതൊക്കെ മേജർ കോംപ്ലിക്കേഷൻസ് ആണ്. അങ്ങനത്തെ മേജർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ ഈ ഒരു ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോവാറുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ചെവിന്റെ ബാക്കിലുള്ള ബോൺ മാസ്റ്റോയിഡ് ബോണിലേക്ക് പോയി മാസ്റ്റോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അത് സിവിയർ പെയിൻഫുൾ ആയിരിക്കും പേഷ്യന്റിന്. അങ്ങനെ ഒരു കണ്ടീഷൻ വരാറുണ്ട്. പിന്നെ അതേപോലെ ലാബ്രിന്തൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അത് ചെവിന്റെ ഇത് മധ്യ ചെവിയിലാണല്ലോ ഈ ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പൊ അത് ഉള്ളിലേക്ക് ചെവിയുടെ ഇന്നർ ഇയറിലേക്ക് പോയി സിവിയർ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ്, സഡൻ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ്, പിന്നെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള വെർട്ടിഗോ, അതായത് തലകറക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്? ഇതില് മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു
അക്യൂട്ട് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. പെട്ടെന്ന് തന്നെ അത് വെച്ചുകൊണ്ടിരിക്കാണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് ഇയർ ഡ്രോപ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഓറൽ ആന്റിബയോട്ടിക്സ് ആണെങ്കിലോ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് സ്മോക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ നേസൽ അലർജി കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നേസൽ സ്പ്രേസ് ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ആക്കി പോകണം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇയർ അപ്പോഴും ഡ്രൈ ആയി വെക്കാം. നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ ചെവിന്റെ അകത്തേക്ക് വെള്ളം അധികം കയറാത്ത രീതിയിൽ നോക്കണം. അതായത് നമ്മൾ കോട്ടണിൽ കുറച്ച് വാസ്ലീൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വെച്ചാൽ കുളിക്കുമ്പോൾ ഒക്കെ ചെവിയിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കുറയും. അപ്പോൾ അങ്ങനെ ചെവി നല്ല ഡ്രൈ ആയിട്ട് വെക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സംശയം കൂടി, അതായത് ഈ അസുഖം വരാനുള്ളൊരു കാരണം ഒരു കാലാവസ്ഥ ഇതിനൊരു കാരണമാവും. കാരണം നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇത് ചെവിവേദന വരാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? തണുപ്പിനേക്കാളും ഹ്യൂമിഡിറ്റി, നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന ടൈമിലുള്ള ഈ സ്വെറ്റ് വേണമെങ്കിൽ ഉള്ളിലേക്ക് പോയി വിയർപ്പൊക്കെ അതിന്റെ വെള്ളമൊക്കെ ഉള്ളിലേക്ക് പോയി ഇൻഫെക്ഷൻസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ശരി, എന്തായാലും ഈ ചെവിയിൽ നമുക്ക് പല ആളുകൾക്കും നമുക്കൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ചെവിയിൽ പഴുപ്പ് വരുന്നതും. അതൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായി കാണാൻ പാടില്ല. അത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പോവുകയാണെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആവാതെ തന്നെ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ENT വിഭാഗം കൺസൾട്ടൻ്റായിട്ടുള്ള ഡോക്ടർ ഷഹസീന പർവീനാണ് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയത്. ഇത്രയും നേരം നമ്മളുടെ സംശയങ്ങൾക്ക് മറുപടി തന്നത് ഡോക്ടർ. വളരെ നന്ദി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.